അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ടോപ്പിക്ക് ഹൈഡ്രജനും ഓക്സിജനും എന്ന ഭാഗമാണ്. ഹൈഡ്രജനും ഓക്സിജനും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാൻ അറിയാം, സിലബസിൽ കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ സയൻസിൽ ഹൈഡ്രജനും ഓക്സിജനും എന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ 21ാമത്തെ ക്ലാസ്സാണ്. 21ാമത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ വെബ്കോ LDCയുടെ PDF നോട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഹൈഡ്രജൻ ആണ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ഓർത്തുവയ്ക്കുക, 1766 ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. അറ്റോമിക് സംഖ്യ 1-ാം സംഖ്യ. എല്ലാ ആസിഡുകളിലുമുള്ള പൊതുഘടകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്ന. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, ഇലക്ട്രോൺ വിന്യാസം. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം 1s1 എന്നാണ്. ഏറ്റവും ലഘുവായ ആറ്റമാണ് ഹൈഡ്രജൻ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. മൂലകാവസ്ഥയിൽ ഹൈഡ്രജൻ സ്ഥിതി ചെയ്യുന്നത് ദ്വയാറ്റോമിക തന്മാത്ര H2 ആയിട്ടാണ്. അതിനാൽ ഹൈഡ്രജനെ ഹൈഡ്രജൻ എന്നും നാമകരണം ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജന്റെ ഒരു പ്രധാന സംയുക്തമാണ് ജലം അഥവാ H2O. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, സ്വയം കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. കലോറി മൂല്യം കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. വനസ്പതി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. ഏറ്റവും ലളിതമായ അറ്റോമിക് ഘടനയുള്ള മൂലകമാണ് ഹൈഡ്രജൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. ഓക്കെ, മനുഷ്യനിർമ്മിത പെട്രോളായി മനുഷ്യനിർമ്മിത പെട്രോൾ എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണെന്ന് ഓർത്തിക്കുക. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് കത്തുന്ന വായു എന്നാണ്, ഇൻഫ്ലേമബിൾ എയർ. ഓക്കെ, ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചതാണ് കത്തുന്ന വായു. ഹൈഡ്രജൻ എന്ന പേര് രൂപപ്പെടുന്നതിനുള്ള പദമാണ് ഹൈഡ്രോജൻ ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ലിക്വിഡ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. ഏത് പ്രക്രിയയാണ്? ബോഷ് പ്രക്രിയ. മറന്നുവരുത്. ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറമാണ് നീല. അടുത്ത, ഹൈഡ്രജൻ ദ്രാവകമായി മാറുന്ന താപനില -253 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -423 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, അടുത്ത, ഹൈഡ്രജൻ ഖരമായി മാറുന്ന താപനില -259 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -434 ഡിഗ്രി ഫാരൻഹീറ്റ്. അടുത്ത, ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂറ്റീരിയം അടങ്ങിയ ജലമാണ് ഖനജലം അഥവാ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത്. ഖനജലം അഥവാ ഹെവി വാട്ടർ. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ലഭിക്കുന്നതാണ് ജലം. ഹൈഡ്രജൻ 2H2O + O2 2H2O എന്ന് കിട്ടും പ്ലസ് താപം. അടുത്ത, ഹൈഡ്രജൻ ഓക്സിജന് കത്തുമ്പോൾ ജലമുണ്ടാകുന്ന പ്രവർത്തനമാണ് താപമോചന പ്രവർത്തനം. ഓർത്തിക്കുക, താപമോചന പ്രവർത്തനം. അടുത്ത, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അടുത്ത, അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്ന ഉപയോഗിക്കുന്ന വാതകമാണ് ഏതെന്ന് പറയുന്ന ഹൈഡ്രജൻ. സുലഭമായി കാണപ്പെടുന്ന ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നതാണ് ഡ്യൂറ്റീരിയം, ട്രിഷ്യം. ഓക്കെ, അടുത്ത്, ഹെവി വാട്ടർ എന്നറിയപ്പെടുന്ന ഡ്യൂറ്റീരിയം ഓക്സൈഡ്. അടുത്ത, സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്ന ട്രിഷ്യം ഓക്സൈഡ്. ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ആണെന്ന് ഓർത്തുക. ഹൈഡ്രജന്റെ രൂപാന്തരങ്ങളാണ് ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനും. ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാത്തതിന് കാരണം സ്ഫോടക സാധ്യത ഉള്ളവരാണ്. ചീമുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്.
തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജന്റെ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഓക്സിജൻ എന്ന ഭാഗമാണ്. ജീവവായു എന്നറിയപ്പെടുന്ന ഓക്സിജൻ ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രിസ്ലി. ജോസഫ് പ്രിസ്ലി. വർഷം 1774. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന പേര് നിർദ്ദേശിച്ചത് ലാവോസിയ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ജ്വലനം എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ച പദം ഏത് പദത്തിൽ നിന്നാണ്? ഓക്സിജനീസ് എന്ന പദത്തിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. ഓക്കെ, ഓക്സിജനീസ് എന്ന വാക്കിന്റെ അർത്ഥം ആസിഡ് ഉണ്ടാകുന്നത് എന്നർത്ഥം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ആണ്, 21%. അടുത്ത് ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില -183 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -297 ഡിഗ്രി ഫാരൻഹീറ്റ്. അടുത്ത് ഓക്സിജൻ ഖരമായി മാറുന്ന താപനിലയാണ് -219 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -362 ഡിഗ്രി ഫാരൻഹീറ്റ്. മറന്നു പോകരുത്, രണ്ടും മാറിപ്പോകരുത്, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത് ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് അംശീസ്വദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്ന അംശീസ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓക്സിജന്റെ രൂപാന്തരണമാണ് ഓസോൺ. ഒരു ഓസോൺ തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? 3 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഞാൻ മണക്കുന്നു. ദ്രവ ഓക്സിജൻ, ഓസോൺ എന്നിവയുടെ നിറം ഇളം നീല. ദ്രവ ഓക്സിജൻ അതുപോലെ ഓസോൺ എന്നിവയുടെ നിറം ചോദിച്ചാൽ ഇളം നീല. നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഓക്സിജൻ. ശുദ്ധജലത്തിന്റെ ഓക്സിജന്റെ അളവ് 89 ഡിഗ്രി. 89%. ഡിഗ്രിയല്ല, 89%. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് 89%. ഓക്സിജന്റെ ഐസോട്ടോപ്പുകളാണ് ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18 എന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം പോയിന്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.